നിങ്ങൾ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹായ് ദയർ, ദിസ് ഇസ് ഡോക്ടർ ആര്യദേവി. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ഇമോഷൻസിനെ കുറിച്ച്, ഫീലിങ്സിനെ കുറിച്ച് നമ്മൾ തന്നെ മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇമോഷൻസ് പലപ്പോഴും ഓവറായിട്ട് വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇമോഷൻസ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവുന്നത്. അതായത് ആ ഒരു സമയത്ത് നമുക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സാവകാശം ഉണ്ടാവില്ല. നമ്മൾ എടുത്ത് ചാടി റിയാക്ട് ചെയ്യുക, എടുത്ത് ചാടി തീരുമാനങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പല തരത്തിലുള്ള കാര്യങ്ങളിൽ അഡിക്റ്റ് ആയി പോവുക. ഇതെല്ലാം ഈ ഒരു ഇമോഷൻസ് നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഈ ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഉള്ളിൽ വരുന്ന ഇമോഷൻ എന്താണെന്ന് തിരിച്ചറിയുകയും അതെങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നു എന്നും അത് എത്രത്തോളം നമ്മുടെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ആ ഒരു നിമിഷം ഒന്നൊരു ബ്രേക്ക് എടുത്ത്, അതായത് നന്നായിട്ടൊന്ന് ദീർഘശ്വാസമൊക്കെ ഒന്ന് എടുത്ത് നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കാനായിട്ടും, അല്ലെങ്കിൽ ഈ ഒരു ഇമോഷനെ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും സാധിക്കണം. ഇമോഷൻസിനെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് നല്ല ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ക്ഷമയോടെ കേൾക്കാനും, അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനും, അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൂടെ ചിന്തിക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും, അതുപോലെ തന്നെ മൂല്യവത്തായ ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കാനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്.